ഹലോ ഫ്രണ്ട്സ്, ഫ്ലിപ്സ് ഓൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി, നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ്. സഫാരി ഇന്ന് വെറൈറ്റി ഫുഡാണ് പരിചയപ്പെടുത്തുന്നത്. വെറൈറ്റി ഫുഡിലുള്ളത് കാസർഗോഡ് അണങ്കൂരുള്ള ഹെർബൽ ചിക്കൻ, അതിൻ്റെയാണ് ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണ്ണിലിട്ട് വേവിക്കുന്നതാണ് ഹെർബൽ. ടേസ്റ്റ് എന്താണെന്ന് അത് നമ്മൾ കഴിച്ചതിൻ്റെ ശേഷം പറയും. അപ്പോൾ ഇവിടെ നിന്ന് പാർസൽ മേടിക്കുന്നുണ്ട്. ഹാഫിന് എത്ര? ഹാഫ് 220, ഫുള്ള് 440 ആണ് ഉള്ളത്. ശരിക്കും മണ്ണ് പൊതിഞ്ഞുകൊണ്ടാണ് ഉള്ളത്. മസാലയുടെ ഇലയിൽ പൊതിയും. അതിന്റെ മേലെ കളി മണ്ണ് വെച്ചിട്ട് 1.5 മണിക്കൂർ ചുട്ടെടുക്കുന്നതാണ്. പാർസൽ മണ്ണോടെയാണ് കൊടുക്കൽ. 8 മണിക്കൂറോളം ചൂടുണ്ടാവും. 4 മണിക്കൂർ കേടാവില്ല. ഗൾഫിലേക്ക് എത്തിയിട്ട് ചൂടുണ്ടാവും. ആയുർവേദിക് മസാല അതാണ്. അതിന് ഹെർബൽ എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. ആയുർവേദിക് ഔഷധക്കൂട്ട്. അപ്പോൾ വേറെ കേരളത്തിൽ എവിടെയും അവൈലബിൾ അല്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓൺലൈനിലൂടെ ഇതുപോലെ ന്യൂസുകളിലൊക്കെ കണ്ടിരുന്നു അല്ലേ. വാർത്ത റിപ്പോർട്ടർമാരൊക്കെ ഇവിടെ വന്നിട്ട് എടുത്തു പോയിരുന്നു. 13 കൊല്ലമായി. പക്ഷേ ഇതിന് എത്രയേറെ പ്രചാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ സോഷ്യൽ മീഡിയ യൂട്യൂബിലൊക്കെ ഒരാൾ വന്നിടുമ്പോൾ അത് അവർക്കൊരു പ്രചാരണമായി മാറും. അപ്പോൾ ഞാനങ്ങനെയാണ് അറിഞ്ഞത്. ഇതെവിടെ സ്ഥലം എന്ന് അറിഞ്ഞിരുന്നില്ല. അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഹെർബൽ ചിക്കൻ എഴുതി വെച്ചതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പം അങ്ങനെയാണിത്. കഴിച്ചതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പിന്നീട് അടുത്ത് പറയുന്നതായിരുന്നു. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മളുടെ ഹെർബൽ ചിക്കൻ എടുക്കാൻ പോവുകയാണ്. ചിക്കൻ കുറേ കാലമായി മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്നാണ് നമുക്കത് ആ ആഗ്രഹം പൂർത്തീകരിച്ചത്. സഫാരി എടുത്ത് കഴിച്ച് നോക്കണം. അതെ, ഒരു ഔഷധത്തിൻ്റെ ഒരു ചുവ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അൽഫാം ചിക്കനെ പോലെ തന്നെയാണ്, പക്ഷേ എങ്കിലും കൂടി ഒരു ഔഷധ ചായ അല്ലെങ്കിൽ ഔഷധത്തിൻ്റെ ഒരു ചുവയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇത് ഹാഫാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആണെങ്കിൽ 2 പേർക്ക് കഴിക്കാനുണ്ടാവും. ഇപ്പോൾ കൂടെ ആരുമില്ല, അതുകൊണ്ട് സഫാരിനെ കഴിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയത് നമുക്ക് ഇങ്ങനത്തെ ഗ്രേവിയാണ്. ഈ ഗ്രേവി കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കഴിച്ചിട്ടില്ല. ഇതിൻ്റെ ടേസ്റ്റും കൂടി ഞാൻ പറഞ്ഞുതരാം. ரொம்ப ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഗ്രേവി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതില്ലെങ്കിൽ പോലും നമുക്ക് ഈ റവ ദോശയും ഈ ദോശയും ഈ ഗ്രേവി വെച്ച് കഴിക്കാൻ കഴിയും. അത്രയും ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ ഹെർബൽ ചിക്കൻ അത് ആവശ്യമുള്ള ആളുകൾ അണങ്കൂർ വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ ബോർഡും പന്തലൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ അത് കെട്ടിടം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പന്തലെല്ലാം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഹെർബൽ ചിക്കനിന് വലിയ ബോർഡിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബോർഡ് ഞാൻ ഇതിൻ്റെ തമ്പനയിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് അണങ്കൂർ വന്നു കഴിഞ്ഞാൽ തന്നെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ആരും തന്നെ പറഞ്ഞ് തരുന്നതുമാണ്. ഓക്കെ.